ഇറാൻ തന്നെ വധിച്ചാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവരെ തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വീകരിക്കേണ്ട ശക്തമായ നടപടികളെക്കുറിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് വെളിപ്പെടുത്തിയത്. ന്യൂസ് നേഷന്റെ കാറ്റി പാവ്ലിച്ച് ടുനൈറ്റ് എന്ന പരിപാടിയിലായിരുന്നു ട്രംപിന്റെ ഈ തുറന്നു പറച്ചിൽ. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയെ ലക്ഷ്യമാക്കി എന്തെങ്കിലും നടപടി ഉണ്ടായാൽ ആ കൈ തങ്ങൾ അരിയുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഖാംനെയ്ക്കെതിരെ ആരെങ്കിലും കൈനീട്ടിയാൽ ആ കൈ വെട്ടുക മാത്രമല്ല, അവരുടെ ലോകം തന്നെ നശിപ്പിച്ചു കളയുമെന്നായിരുന്നു ചൊവ്വാഴ്ച ഇറാൻ സായുധ സേനാ വക്താവിന്റെ മുന്നറിയിപ്പ്. ഇതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം കൂടി എത്തുന്നത്. ഇതോടെ ഇറാനും യുഎസും തമ്മിലുള്ള പോര് വീണ്ടും ശക്തമാവുകയാണ്. ഡിസംബർ 28-ന് ആരംഭിച്ച പ്രക്ഷോഭത്തിന് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തുമെന്ന് ട്രംപ് പലതവണ ഭീഷണികൾ മുഴക്കിയതാണ്. പ്രക്ഷോഭകരെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അമേരിക്ക ഇടപെടുമെന്നായിരുന്നു മുന്നറിയിപ്പ്. എന്നാൽ ആയിരങ്ങൾ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടും ചെറുവിരലനക്കാൻ പോലും ട്രംപ് തയ്യാറായിരുന്നില്ല. പ്രതിഷേധക്കാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറിയതിനാൽ തൽക്കാലം ആക്രമണം വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ട്രംപ് മാറുകയും ചെയ്തിരുന്നു. ഈ തീരുമാനത്തിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഇസ്രായേൽ അത്ര തൃപ്തരായിരുന്നില്ല. കാരണം അമേരിക്ക ഇറാനെ ആക്രമിക്കുക എന്നത് അവരുടെ കൂടി ആവശ്യമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് നിലവിൽ വീണ്ടും ഭീഷണികൾ ഉയരുന്നത്. ഖാംനെയ്ക്കെതിരായ ഏതൊരു ആക്രമണവും യുദ്ധപ്രഖ്യാപനമായിരിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ 2 ദിവസം മുൻപാണ് മുന്നറിയിപ്പ് നൽകിയത്. ഖാംനെയ്യെ വധിക്കാനോ സ്ഥാനത്ത് നിന്ന് നീക്കാനോ ട്രംപ് ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെയായിരുന്നു ആ പ്രതികരണം.